സോ പുള്ളിക്കാരനും ഇതേപോലെ പുള്ളിന്റെ ഫ്യൂച്ചറിൽ എല്ലാവിധ സക്സസും നേരട്ടെ എന്ന് വിചാരിച്ച് ഞാനത് ഒരു ബ്രദർ എന്നുള്ള രീതിക്ക് ഞാൻ അത് വിഷ് ചെയ്യുന്നു. നാളെ അപ്പൊ ഷിയാസ് കരീം വന്നിട്ട് ഒരു സോറി പറഞ്ഞു മാൻ സംഭവിച്ചു, എന്തിന് സോറി പറയണം? സോറി പറയാനായിട്ടൊന്നും വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. യൂസ് ചെയ്ത് അല്ല ഞാൻ പറയട്ടെ, മനുഷ്യരെന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൊർഗീവ് ചെയ്യാനും ഫൊർഗെറ്റ് ചെയ്യാനുള്ള ഒരാളാണ്, മനസ്സിലായില്ലേ? ഇപ്പൊ എന്റെ ഒരു ഇതിലാണെങ്കിൽ ഒരാളെ തെറ്റ് ചെയ്താലും ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കുന്ന ആളാണ്. കാരണം എനിക്ക് ആരുടെ ദേഷ്യം വിദ്വേഷമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വെറുപ്പൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരാളല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഷിയാസ് കരീം ഈ സെക്കൻഡിൽ ഇവിടെ വന്നിരുന്ന് ബ്രോ നമുക്കൊരു കോഫി അടിക്കാൻ പറഞ്ഞാൽ ഞാനിരുന്ന് കോഫി അടിക്കും. കാരണം എന്തിന് ഷിയാസ് കരീമൊക്കെ ഞാൻ പറയാം, എന്റെ കോമ്പറ്റീഷൻ എപ്പോഴും എനിക്ക് ഞാനാണ്. എന്റെ ബെറ്റർ വെർഷൻ അല്ലെങ്കിൽ എനിക്ക് ലൈഫിൽ മുന്നോട്ട് പോകണം. എന്റെ പ്ലാൻ ചില എന്റെ സൈലന്റ് പ്ലാൻസ് കാണും, ചിലത് എന്റെ ഇപ്പൊ ഞാൻ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ എക്സ്ക്ലൂസീവ് ആയിട്ട് പറഞ്ഞില്ലേ, അപ്പൊ അതായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, മനസ്സിലായില്ലേ? അപ്പൊ ഒരാളുടെ ജീവിതം തറക്കുന്നത് എങ്ങനെയാണ്? അയാളുടെ ഉപജീവന മാർഗം ഇല്ലാണ്ടാക്കുക, അയാള് ലൈഫിൽ സ്ട്രഗിൾ ചെയ്യിക്കുക, ഫിനാൻഷ്യലി ടൈറ്റ് ആക്കുക. അത് ഞാൻ ആദ്യമേ അങ്ങ് എന്ത് ചെയ്ത് സെക്യൂർ ചെയ്ത് വെച്ചു, മനസ്സിലായി? ലൈഫിലെങ്കിലൊക്കെ ഉള്ളത് സെറ്റിൽ ചെയ്തു. കാരണം എനിക്കറിയാം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ അത് സൈലന്റ് ആയിട്ട് ഞാൻ അതൊന്ന് എന്ത് ചെയ്തു, ആ ടാർഗറ്റ് എത്തിച്ച് ഞാൻ ഫിക്സ് ചെയ്തിട്ട് എല്ലാം ചെയ്ത് ഇപ്പം മാസം എനിക്ക് ഒന്നും ചെയ്ത് വെറുതെ ഇരുന്നാലും എന്ത് ചെയ്യും, വെറുതെ ഇരുന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു പോകാനുള്ളത് എന്ത് ചെയ്ത് ഞാനത് ചെയ്ത് വെച്ചു. അതാണ് ബേസിക് ആയിട്ട്. പിന്നെ ദൈവം സഹായിച്ച നല്ലൊരു പെൺകുട്ടീനെ എനിക്ക് കല്യാണം കഴിക്കേണ്ടത്, നല്ലൊരു ഫാമിലി കിട്ടി. എൻ്റെ അച്ഛനും അമ്മയാണെങ്കിലും ഹാപ്പിയാണ്. സോ ആ രീതിയിലാണെങ്കിലും ഫാമിലി ലൈഫിലാണെങ്കിൽ ഞാൻ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്, മനസ്സിലായില്ലേ? ഫിനാൻഷ്യലി ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. അത്യാവശ്യം അല്ല ഞാൻ പറഞ്ഞില്ലേ, എനിക്കങ്ങ് ഒരുപാട് വലിയ പണക്കാരനാവണമെന്നൊന്നുമില്ല. എനിക്ക് ബേസിക് ആയിട്ട് എന്റെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള കാര്യങ്ങൾ മാത്രം മതി. അത് ഞാൻ ലൈഫിൽ സെറ്റിലാക്കി, മനസ്സിലായില്ലേ? അത് വേണ്ടിയുള്ള കാര്യം ചെയ്തു കഴിഞ്ഞു, അത്രേ ഉള്ളൂ. കാരണം നമ്മളെല്ലാവരും ജീവിക്കുന്ന സന്തോഷമായിട്ട് ജീവിക്കണം, നേരത്തെ പറഞ്ഞെടുക്കുക. അതിനുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനി ആഗ്രഹങ്ങളാണ്, സിനിമ, പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്ന ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. അത് അതിന്റെ സമയമാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ചെയ്തുകൊണ്ടേയിരിക്കും, മനസ്സിലായി? ഇനി അടുത്ത ആളുടെ പേര് പറയാം, പക്ഷെ അത് ക്യാമറ നോക്കി പറഞ്ഞാൽ മതി. ആളോടുള്ള ഡയലോഗ് പേര് പറയട്ടെ. ആരതിപ്പൊടി ഐ ലവ് യു, ഐ മിസ് യു. മിസ് യു എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് പോകാനുള്ളതാണ്. പുള്ളിക്കാരി ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ഒരു പാവമാണ്, പക്ഷെ അറ്റ് ദി സെയിം ടൈം ഭയങ്കര സ്ട്രോങ് ആണ്, മനസ്സിലായില്ലേ? പിന്നെ എന്താ പറയാ, എല്ലാ കൈൻഡ് ഓഫ് ക്വാളിറ്റീസ് ഉള്ള നല്ല ക്വാളിറ്റീസ് ഉള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്, മനസ്സിലായില്ലേ? അപ്പൊ കല്യാണം കഴിക്കണം, നമുക്കൊരു എന്താ പറയാ, കല്യാണം കഴിക്കണമെന്ന് തോന്നി അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല ക്വാളിറ്റീസ് എല്ലാം വേണമല്ലോ. സോ പിന്നെ എന്റെ എല്ലാ സിറ്റുവേഷൻസിലും എന്റെ കൂടെ നിൽക്കുന്നുണ്ട്, മനസ്സിലായി? അതെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. പിന്നെ എന്നെ മനസ്സിലാക്കുന്നുണ്ട്, അത് തന്നെ വലിയ കാര്യം. ഇതൊക്കെ തന്നെ മതി. നമുക്ക് വേണമെന്ന് വെച്ചാൽ നമ്മള് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരാൾ എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു തോളിൽ കൈയിടാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത്രേ. അടുത്ത ആളുടെ പേര് പറയട്ടെ. നീ പുള്ളിക്കാരൻ ഇനി എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതും മാറട്ടെ, അതും ക്യാമറ നോക്കി പറഞ്ഞാൽ മതി. പുള്ളിക്കാരൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ണിമൂന്തനെ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്, മനസ്സിലായില്ലേ? ഉണ്ണിമൂന്തനെ ഞാൻ ഗോകുലം പാർക്കിൽ വെച്ച് കണ്ടപ്പോൾ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഉണ്ണിമൂന്തന്റെ അടുത്ത് അന്ന് പറഞ്ഞു, ഉണ്ണിമൂന്ത ബ്രോ എന്നെ തടി കുറയ്ക്കാൻ വേണ്ടി ആ സമയത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളിക്കാരൻ 3 മാസത്തെ ഒരു ചലഞ്ചൊക്കെ ചെയ്തപ്പോൾ ഞാൻ ആ സമയത്ത് ആ 3 മാസത്തെ ഇത് ഫോളോ ചെയ്ത് 15 കിലോ ബിഗ് ബോസ് പോണതിന് മുമ്പ് ചെയ്ത ആളാണ്. അതിനെനിക്ക് ഈ ട്രെഡ്മില്ലിൽ ഓടുന്ന സമയത്ത് ഉണ്ണിമൂന്തൻ ഫാറ്റ് ഫിറ്റ് എന്ന് എന്തോ പറഞ്ഞ ഒരു വീഡിയോ വന്ന് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഇട്ടിരുന്നു. ആ സാധനം ഹെഡ്സെറ്റ് കേട്ട് കണ്ടുകൊണ്ട് ഓടിയ ആളാണ് ഞാൻ, മനസ്സിലായില്ലേ? അപ്പൊ ഉണ്ണിമൂന്തൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് പേർക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് വന്ന ഒരാളാണ്, മനസ്സിലായില്ലേ? എനിക്ക് തന്നെ ഒരുപാട് സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻസ്പിറേഷൻ തോന്നിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ വെറുതെ ഒരുപാട് പേര് കുത്തിത്തിരിപ്പുണ്ടാക്കി എന്നെ ഞാൻ ഉണ്ണിമൂന്തനെ പറ്റി ഒരു സ്ഥലത്തും വന്നിട്ട് എന്ത് ചെയ്തിട്ടില്ല, മോശമായിട്ട് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ആ സിറ്റുവേഷൻ വന്നപ്പോ പോലും ഉണ്ണിമൂന്തൻ അത് പ്രതികരിച്ചത് അതിന് എനിക്ക് കുറെ കേട്ട്, അത് ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ ചീത്ത വിളിക്കാമെന്നൊക്കെ ചോദിച്ചു. പിന്നെ എൻ്റെ അടുത്ത് ഒരുപാട് ചോദിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ ഒരു മനുഷ്യന് ചിലപ്പോൾ അയാളുടെ എന്തെങ്കിലും ഒരു ഭയങ്കരമായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ഫീൽ കൊടുക്കുന്ന ഒരു കാര്യത്തിന് എന്തെങ്കിലും പറയുമ്പോൾ അവിടെ അയാൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു തെറ്റായിരിക്കും, മറ്റുള്ളൂ തെറ്റ് തന്നെയാണ്. ഇപ്പൊ ഞാനിപ്പോ ഒരാളിനെ പോയി ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് ചീത്ത വിളിച്ചു, എന്താണ് അതിനുണ്ടായ ആ ഒരു സംഭവം, മനസ്സിലായി? തെറ്റല്ലാതാവുന്നില്ല. പക്ഷെ ആ ഒരു സാഹചര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർഗീവ് ചെയ്യാം, അത്രേ ഉള്ളൂ. എനിക്ക് ഉണ്ണിമൂന്തന് ഇഷ്ടമാണ്, എനിക്കിഷ്ടം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, മൂവി കണ്ടപ്പോൾ പോലും നല്ല ആക്ടിങ് ആണ്, എല്ലാം പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2 കാര്യങ്ങൾ കണ്ട ഒരാളാണ്. പിന്നെ ഉണ്ണിമൂന്തനെ എന്നെ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. കാരണം ഉണ്ണിമൂന്തനൊക്കെ ഒരു സ്റ്റാർ ആയിട്ട് 10-12 വർഷമായിട്ട് നിൽക്കുന്ന ഒരാളാണ്, മനസ്സിലായില്ലേ? ഞാനൊരു ഷോ ചെയ്തിട്ട് വന്ന് എന്നെ കുറച്ചൊരു ഇഷ്ടപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് വെറുതെ ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിച്ച്, മനസ്സിലായി, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യേണ്ട
ഒരു ആവശ്യം ഇല്ല. സത്യം പറഞ്ഞ ഇത് വെറുതെ കുറെ പേര് ഉണ്ടാക്കുന്ന കാര്യമാണ്. എനിക്ക് ഉണ്ണിമുന്തനെ ഇഷ്ടമാണ്, ഇത്രേ ഉള്ളൂ. ഇതിലെന്താ കാര്യം? ഇനി ഇത് കേട്ടപ്പോഴത്തേക്ക് ഇനി കുറെ പേര് പറയും ഞാൻ സീക്രട്ട് ഏജന്റിനെ തള്ളി പറഞ്ഞു എന്ന് പറയുന്ന ഒരുപാട് പേര് കാണും. എന്നെ ഒരുപാട് വിമർശിച്ച ഒരാളാണ് സീക്രട്ട് ഏജന്റ്. ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്, ഒരുപാട് എന്തൊക്കെയായി പറഞ്ഞിട്ടുണ്ട്. എന്നെ പാസ്റ്റർ എന്ന് വരെ വിളിച്ചിട്ടുണ്ട് ഞാൻ അറിഞ്ഞതിന്, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വരെ പറഞ്ഞ ഒരാളാണ് സീക്രട്ട് ഏജന്റ്. സായി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇൻഡിവിജ്വൽ അഭിപ്രായങ്ങളുണ്ട് ഓരോ കാര്യത്തിനും, മനസ്സിലായില്ലേ? അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. എന്നെ വിമർശിച്ചു, മനസ്സിലായില്ലേ? ഇപ്പൊ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ട് സായിനെ ഞാൻ ഇല്ലാണ്ടാക്കണം, സായിനെ ഞാൻ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് ഒരിക്കലും മനസ്സുകൊണ്ട് ഞാൻ ചിന്തിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് സായി ഞാനും കൂടെ എന്ത് ചെയ്ത എപ്പോഴും കൊച്ചി വന്നപ്പോ ഒരു പ്രാവശ്യം പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ അതുവരെ ഇപ്പൊ വീഡിയോ ഇട്ടിട്ട് എന്തൊക്കെയാ തെളിവാണെന്ന് പറഞ്ഞ് ഇടുന്നുണ്ട്, മനസ്സിലായില്ലേ? നിങ്ങള് അണ്ടർഗ്രൗണ്ടില് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞിട്ട് ഒരാള് നല്ല രീതിയിൽ സൗഹൃദമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പൊ ഈ ഞാൻ പറയല്ലേ എന്ത് നല്ല ഇപ്പൊ ഞാൻ പറയട്ടെ, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടന്ന് അത് യുദ്ധത്തിലേക്ക് പോണതാണോ അതെ അവർ തമ്മിൽ കോംപ്രമൈസ് ചെയ്ത് സൗഹൃദമായിട്ട് മുന്നോട്ട് പോകുന്നതിലാണോ കാര്യം? മനസ്സമാധാനമാണ് ഏറ്റവും വലിയ കാര്യം, അല്ലേ? അപ്പം എനിക്ക് സായിനെ പേഴ്സണലി ഇഷ്ടമുള്ള ഒരാളാണ്, മനസ്സിലായി? സായിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അക്സെപ്റ്റ് ചെയ്യുമെന്നല്ല പറഞ്ഞത്, മനസ്സിലായില്ല? പക്ഷെ എന്നിരുന്നാലും എനിക്കും സായിന് ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, ഞാൻ പേഴ്സണലി ആരും ഇതേപോലെ ഗ്രഡ്ജസ് വെക്കുന്ന ഒരാളല്ല. ജാസ്മിനെയൊക്കെ എന്തുമാത്രം അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യണം. ഞാൻ ജാസ്മിനെയൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വിളിച്ച് സംസാരിച്ച ഒരാളാണ്, മനസ്സിലായില്ലേ? എനിക്ക് ആ ഒരു ഇതേ ഇല്ല. കാരണം നമ്മുടെ ഈ ലോകത്ത് എത്ര നാളുണ്ടാവും നമുക്ക് അറിയത്തില്ല. ഉള്ള സമയം വരെ നമ്മൾ ഹാപ്പി ആയിട്ട് എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ പെരുമാറുന്നതിലാണ് നമ്മളെ ക്വാളിറ്റി എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? നമ്മൾ ഒരാള് വേദനിപ്പിച്ച ഒരാള്, നമ്മളെ ഒരാൾ ഇൻസൾട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ച് നമ്മളെ കുത്തി നോവിച്ച ഒരാളുടെ അടുത്ത് നമ്മൾ അയാളുടെ അടുത്ത് നല്ല രീതിയിൽ സൗഹൃദമായിട്ട് സംസാരിച്ച് നല്ല രീതിയിൽ പെരുമാറുമ്പോഴാണ് നമ്മളെ ക്വാളിറ്റി അവിടെ കൂടുന്നത്, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അടുത്ത ആളുടെ പേര് പറയട്ടെ, ദിൽഷയോട് എന്താ ഈ മൊമെന്റിൽ പറയാൻ തോന്നുന്ന കാര്യം? അല്ല, ദിൽഷയുടെ ലൈഫിൽ ഇപ്പം ഞാൻ ഇപ്പൊ റീസെന്റ് അപ്ഡേറ്റ്സ് ഒന്നും കണ്ടില്ല. പക്ഷെ എന്നിരുന്നാലും ദിൽഷയുടെ ലൈഫിൽ നല്ല ബെറ്റർ ആയിട്ട് പുള്ളിക്കാരെ ആഗ്രഹിച്ച രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നു. അപ്പം ഒരുപാട് അച്ചീവ് ചെയ്യാൻ കഴിയട്ടെ. പിന്നെ എന്താ പറയാ, നല്ലൊരു പാർട്ട്ണറിനെ കിട്ടട്ടെ, പുള്ളിക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു പാർട്ട്ണറെ കിട്ടട്ടെ. പിന്നെ ഫാമിലിയും കാര്യങ്ങളും എല്ലാ രീതിയിലും പുള്ളിക്കാരെ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. നമ്മളെ കല്യാണത്തിന് ദിൽഷനെ വിളിക്കൂ? ഇല്ല.